ന്യൂസിന്റെ ഈ പേര് വന്ന വഴി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഒരുപാട് യാത്ര പോയിട്ടുണ്ട്, ഇനിയും ഒരുപാട് ജീവിതത്തിൽ യാത്ര ചെയ്യാൻ ബാക്കിയുള്ളവരാണ്. വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ. ഈ വ്യത്യസ്തമായ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ പേരുകളാണുള്ളത്. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതിനുള്ള ഒരു പ്രോഗ്രാമുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ പേര് വന്ന വഴി എന്ന പ്രോഗ്രാമുമായി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയുള്ള വെട്ടുകാടാണ്. അപ്പോൾ ഈ വെട്ടുകാട് പള്ളിക്ക് അല്ലെങ്കിൽ ഈ വെട്ടുകാട് എന്ന സ്ഥലത്ത് ഈ വെട്ടുകാട് എന്ന പേര് എങ്ങനെ ഉണ്ടായി എന്ന് നമുക്ക് ഇവിടെയുള്ള കുറച്ച് പേരോടൊന്ന് ചോദിച്ചറിയാം. വെട്ടുകാട് എന്ന സ്ഥലപ്പേര് വരാനുണ്ടായ കാരണം അറിയോ? നമുക്കറിയില്ല. എങ്കിലും ഒരു ഊഹം നമുക്ക് ഇതിനെ പറ്റി അറിയാൻ നോക്കില്ല. പണ്ടിരുന്ന ആൾക്കാരുടെ അടുത്ത് ചോദിച്ചാലേ അറിയാവുള്ളൂ. പണ്ടുള്ള ആൾക്കാരെ കണ്ടുപിടിച്ചാണ് ഞാൻ നിങ്ങളുടെ അടുത്ത്. നമുക്ക് പിടി കിട്ടൂല. പണ്ട് ഇവിടെ കാട് വല്ലതും ഉണ്ടായിരുന്നു? അത് മുകളില്. ഇവിടെ കാടില്ല. ഇവിടെ അല്ലായിരുന്നു. പിന്നെ ഈ കാൽമേന്റൊക്കെ ഇരിക്കുന്നില്ലേ, അതിന്റെ മുകളിലാണ് ഈ കാടുള്ളത്. ഇവിടുത്തെ അഡ്രസ് ഇവിടെ വെട്ടുകാടെന്ന് പറയും. സെന്റ് മേരീസ് എന്നാണ് ഇവിടുത്തെ ഇത്. മേരിയുടെ സ്ഥലമാണിത്, മാതാവിന്റെ. ഇവിടുത്തെ സെന്റ് മേരീസ് എന്ന് വെട്ടുകാട്, ഇതാണ് ഇവിടുത്തെ സ്ഥലം. വെട്ടുകാടാണ്, മാതീസ് വെട്ടുകാട്. ഇവിടെ ഈ മാതാവിന്റെ സ്ഥലമായതുകൊണ്ട് ഇവിടെ ഉൾക്കൊള്ളുന്നതാണ് വെട്ടുകാടെന്ന് പറയുന്നത്. ഇങ്ങനെ സംശയം ഉണ്ടെങ്കിൽ എനിക്ക് അതുള്ള വാണ് വന്നത്. ഇത്ര അറിയാവോ? അത്ര അറിയാമോ? ഇവിടെ കാട് വല്ലതും ഉണ്ടായിരുന്നു? കാടുണ്ടായിരുന്നു. അപ്പൊ ഈ വെട്ടുകാട് എന്ന പേര് വരാനുള്ള കാരണമാണ്? വെട്ടുകാടുണ്ടായിരുന്നു. കൊച്ചു പള്ളിയുടെ സ്ഥലത്ത് ഒരു ചെറിയ കാടുണ്ടായിരുന്നു. അവിടെ കൊച്ചു പള്ളിയായിരുന്നു. ഞാൻ പ്രേമിച്ചൊക്കെ ഇതൊക്കെ വന്നത്. അപ്പൊ നമുക്ക് ഓർമ്മ വെട്ടുകാടുണ്ടായിരുന്നു. ഓ, അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ആ പേര് വന്നിട്ടുള്ളത്. ഞങ്ങൾക്ക് മുമ്പുള്ളവര് വയസ്സായ ദേവന്മാര് നിന്നിട്ട് പേരിട്ടതാണ് വെട്ടുകാടെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഈ കൈതക്കൂട്ടവും ഇതൊക്കെ ഉള്ള സ്ഥലങ്ങളാണ്. അവര് പോയതിനു ശേഷം വെട്ടുകാടെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇത് പേരങ്ങ്. പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഇല്ല, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. ഇവിടെ ഒരു മാസത്തിൽ ഒരു കാലെങ്കിലും വരും. അപ്പം ഞാൻ ചെറുപ്പത്തിൽ, എനിക്കിപ്പോൾ 80 വയസ്സ് കഴിഞ്ഞ, ഒരു 19 വയസ്സിൽ ഇവിടേക്ക് വന്നു ഞാൻ. എന്നിട്ട് ഇടം വരെ വരണം. വന്ന ഇവിടെ പണ്ട് നോക്കുമ്പം ഈ പനയുമുണ്ട്, കാട്, വീടെല്ലാം കുറവ്. ഒറ്റയ്ക്ക് ഒരു മൂലയ്ക്ക് ഒരു വീട് ഉണ്ട്, മണ്ണ് വെച്ച വീട്. ഇപ്പോഴാണ് വന്നത് ഈ വീട്. ഇതെന്നെ എനിക്കറിയാം. ഈ മാതാവ് ക്രിസ്തുരായ ഈ വെട്ടുകാട് പേര് വരാനുള്ള പണ്ടുള്ളൊരു കാടെന്ന് പറഞ്ഞു അവര് പറയാത്തത് വെട്ടുകാട്. അതങ്ങനെ മൂപ്പലാമർ പോട്ട് പറഞ്ഞു അതൊരു പേരായി. എന്ന സ്ഥലത്തിന് വെട്ടുകാട് എന്ന പേര് എങ്ങനെ ഉണ്ടായി എന്നുള്ള ഒരുപാട് ജനാഭിപ്രായങ്ങൾ നമ്മൾ കണ്ടു. അപ്പോൾ അതിൽ ഏത് അഭിപ്രായമാണ് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നിയതെന്ന് കമന്റ് ഇടുക. മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അതും കമന്റ് രൂപേണ ഞങ്ങളെ അറിയിക്കേണ്ടതാണ്. അപ്പോൾ ഈ പേര് വന്ന വഴി എന്ന പ്രോഗ്രാമുമായി മറ്റൊരു സ്ഥലവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ബൈ ബൈ.